നമസ്കാരം. ലേറ്റ് എഡിഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന CPI സംസ്ഥാന കൗൺസിലിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം. മുഖ്യമന്ത്രിക്ക് തെറ്റുപറ്റിയാൽ പറയാൻ ആരുമില്ല. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾ ന്യൂനപക്ഷങ്ങൾ അകലാൻ കാരണമായി. തെരഞ്ഞെടുപ്പ് തോൽവിയേക്കാൾ ഇടതുമൂല്യങ്ങളിൽ നിന്നുള്ള വ്യതിചലനമാണ് പ്രധാന പ്രശ്നമെന്നും കൗൺസിൽ അംഗങ്ങൾ വിമർശിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത തോൽവിയിൽ മുഖ്യമന്ത്രിയെയും CPM നേതൃത്വത്തെയും പ്രതിക്കൂട്ടിലാക്കുന്ന വിമർശനമാണ് CPI സംസ്ഥാന കൗൺസിലിൽ നടന്നത്. ജില്ലാ സെക്രട്ടറിമാരായിരുന്നു പ്രധാന വിമർശകർ. സർക്കാരിലും മുന്നണിയിലും CPIMന്റെ ഏകാധിപത്യമാണ് നടക്കുന്നത്. എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. നയപരമായ വിഷയങ്ങൾ പോലും സർക്കാരിലോ മുന്നണിയിലോ ചർച്ചയില്ല. മുഖ്യമന്ത്രിക്ക് തെറ്റുപറ്റിയാൽ തെറ്റാണെന്ന് പറയാൻ ആളില്ല എന്നതാണ് സ്ഥിതി. അത് മുഖ്യമന്ത്രിയുടെ മാത്രം തെറ്റല്ലെന്നും കൗൺസിൽ അംഗങ്ങൾ വിമർശിച്ചു. സമൂഹ മാധ്യമങ്ങൾ മുഴുവൻ മുഖ്യമന്ത്രിക്കും ഭരണത്തിനുമെതിരായ വിമർശനങ്ങളാണ്. ഇതിനെ പ്രതിരോധിക്കാനാകുന്നില്ലെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടി. ഭരണ നേതൃത്വത്തിന്റെ പ്രസ്താവനകളാണ് ന്യൂനപക്ഷത്തെ മുന്നണിയിൽ നിന്ന് അകറ്റിയതെന്നും വിമർശനമുണ്ട്. മുസ്ലിം ന്യൂനപക്ഷത്തെ ഇടതുപക്ഷത്ത് നിന്ന് അകറ്റുക എന്നത് UDFന്റെ അജണ്ടയായിരുന്നു. ഈ അജണ്ട എളുപ്പത്തിൽ നടപ്പിലാക്കാൻ ഭരണ നേതൃത്വത്തിന്റെ പ്രസ്താവനകൾ കാരണമായി. ജനങ്ങളെ സർക്കാരിനെതിരാക്കുന്ന പ്രവർത്തനം UDF നടത്തി. മുഖ്യമന്ത്രിയുടെ പല നടപടികളും അവരുടെ ജോലി എളുപ്പമാക്കിയെന്നും നേതാക്കൾ വിമർശിച്ചു. വാർഡ് വിഭജനമടക്കമുള്ള കാര്യങ്ങളിൽ CPM ഏകപക്ഷീയമായി ഇടപെട്ടു. ജില്ലാതലം മുതൽ താഴേക്കുള്ള മുന്നണി യോഗങ്ങളിൽ ചർച്ചയില്ല. തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ്. തദ്ദേശ തോൽവിയേക്കാൾ പ്രധാനം ഇടതുമൂല്യങ്ങളിൽ നിന്നുള്ള വ്യതിചലനമാണ്. PMCയിൽ ഇടപെട്ടതുപോലെ പാർട്ടി നിലപാടുകൾ മുന്നണി യോഗത്തിൽ അറിയിക്കണമെന്നും ചർച്ചയിൽ ആവശ്യമുയർന്നു. വിമർശനങ്ങൾ ശരിവെച്ച സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രശ്നങ്ങൾ മുന്നണിയിൽ പറയുമെന്ന് ഉറപ്പു നൽകി. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. തൃശൂർ മറ്റത്തൂർ കൂറുമാറ്റ വിവാദത്തിൽ അനുനയത്തിന് തയ്യാറായി കോൺഗ്രസ് വിമതർ. റോജി എം ജോൺ MLA വിമതരുമായി ചർച്ച നടത്തി. അതിനിടെ മറ്റത്തൂരിൽ നടന്നത് അനീതിയെന്ന് തൃശൂർ കോൺഗ്രസ് ജില്ലാ നേതൃത്വം പ്രതികരിച്ചു. തൃശൂർ DCCയെ വെല്ലുവിളിച്ച് വിമതപക്ഷം കോൺഗ്രസ് കൊടികളേന്തി മറ്റത്തൂരിൽ പ്രകടനം നടത്തി. KPCC പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് റോജി എം ജോൺ MLA വിമതരുമായി ചർച്ച നടത്തിയത്. മുൻ DCC ജനറൽ സെക്രട്ടറി TN ചന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ അങ്കമാലിലെത്തിയാണ് ചർച്ച നടത്തിയത്. DCCയുടെ അച്ചടക്ക നടപടി നിലനിൽക്കെയാണ് KPCCയുടെ സമാന്തര ഇടപെടൽ. റോജി എം ജോണുമായി നടത്തിയ ചർച്ച തൃപ്തികരമാണെന്നും KPCC തീരുമാനം വരുന്നതുവരെ രാജിവെക്കില്ലെന്നും വിമത നേതാവ് TN ചന്ദ്രൻ പറഞ്ഞു. മറ്റത്തൂരിലേത് ജനാധിപത്യ വിരുദ്ധ നടപടിയെന്ന് ലീഗ് ജില്ലാ പ്രസിഡന്റ് CA റഷീദ് പ്രതികരിച്ചു. ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന 8 പേർക്കും ലഭിച്ച വോട്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടേതാണ്. അങ്ങനെ കിട്ടിയ വോട്ടുമായി മറ്റൊരു കേന്ദ്രത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇടപെടാൻ പാടില്ലാത്തതായിരുന്നു. അത് ജനാധിപത്യത്തിന് വിരുദ്ധമാണ്. കോൺഗ്രസ് അംഗങ്ങളെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി ലഭിച്ചു. സംസ്ഥാന മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം ജനറൽ സെക്രട്ടറി ജോയ് കൈത്താരമാണ് പരാതി നൽകിയത്. അതിനിടെ DCC നേതൃത്വത്തെ വെല്ലുവിളിച്ച് മറ്റത്തൂരിൽ വിമതപക്ഷം പ്രകടനം നടത്തി. ചൊവ്വന്നൂരിലെ കോൺഗ്രസ് SDPI സഖ്യത്തിൽ DCC എക്സിക്യൂട്ടീവ് അംഗം വർഗീസ് ചൊവ്വന്നൂരിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. ചുമതലകൾക്ക് മുന്നോട്ട് പോകാൻ ചുമതലകൾ ഉണ്ടെന്ന് പറയാനുള്ള എണ്ണം ഇന്നേ വരെ യോഗത്തിൽ വിളിച്ചിട്ടില്ല. ഏത് DCC പിന്നെ എങ്ങനെ ചുമതലകളുണ്ട്? ഞാൻ എൻ്റെ പൊതുപ്രവർത്തനവുമായി മുന്നോട്ട് പോകും. മറ്റത്തൂരിൽ BJPയുമായി സഖ്യത്തിലേർപ്പെട്ട വാർഡ് മെമ്പർമാരെ അയോഗ്യരാക്കാനുള്ള നടപടി തൃശൂർ DCC ഊർജിതമാക്കി. 24, തൃശൂർ. ഓഫീസ് കെട്ടിട വിവാദത്തിന് പിന്നാലെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇലക്ട്രിക് ബസ്സുകളിലും പോർമുഖം തുറന്ന് BJPയും CPIMും. ഇലക്ട്രിക് ബസ്സുകൾ സിറ്റിക്കുള്ളിൽ മതിയെന്ന് തിരുവനന്തപുരം മേയർ VV രാജേഷ്. ലാഭവിഹിതം കോർപ്പറേഷന് കൂടി അവകാശപ്പെട്ടതാണെന്നും മേയർ 24നോട് പറഞ്ഞു. മേയറുടെ തീരുമാനത്തെ വിമർശിച്ച് മന്ത്രി V ശിവൻകുട്ടി രംഗത്തെത്തി. നഗരസഭാ പരിധിക്കുള്ളിൽ ഓടേണ്ട സ്മാർട്ട് സിറ്റി ബസ്സുകളെ ചൊല്ലിയാണ് കോർപ്പറേഷനിലെ BJP ഭരണസമിതിയും CPIMും കൊമ്പുകോർക്കുന്നത്. സ്മാർട്ട് സിറ്റി ബസ്സുകൾ ഓടേണ്ടത് നഗരത്തിനുള്ളിലാണെന്നും നഗരസഭയിലെ 101 വാർഡുകളിലും ജനങ്ങൾക്ക് യാത്രാ സൗകര്യം വേണമെന്നും മേയർ VV രാജേഷ് 24നോട് പറഞ്ഞു. കരാർ പരിശോധിക്കുമെന്നും ലാഭവിഹിതം കോർപ്പറേഷനു കൂടി അവകാശപ്പെട്ടതാണെന്നും മേയർ. പീക്ക് അവേഴ്സിൽ ഈ ബസ്സുകൾ പൂർണ്ണമായിട്ടും പട്ടണത്തിലും അതിനുശേഷമുള്ള സമയങ്ങൾ ആവശ്യമാണെങ്കിൽ തൊട്ട് അടുത്തൊക്കെ ഉള്ള നഗരങ്ങളിൽ ഓടാമെന്നാണ് കരാറിലുണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതോടൊപ്പം തന്നെ അതിൽ ഒരു വിഹിതം കോർപ്പറേഷൻ ലഭിക്കണമെന്നും അതിലുണ്ടെന്നാണ് ഉള്ളതാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കേണ്ടതായിട്ടുണ്ട്. മേയറുടെ നിലപാടിനെ രൂക്ഷമായി വിമർശിച്ച മന്ത്രി V ശിവൻകുട്ടി. നമ്മുടെ ഈ തിരുവനന്തപുരത്ത് തിരുവിതാംകൂറിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, പുത്തനച്ചി പരപ്പുറം തോക്കും. അത്ര മാത്രമേ ഉള്ളൂ. തിരക്കുള്ള സമയം നഗരപരിധിക്കുള്ളിൽ തന്നെ ബസ്സുകൾ ഓടണമെന്നാണ് മേയറുടെ നിലപാട്. അല്ലാത്ത സമയം കുറച്ചു ബസ്സുകൾ നഗരത്തിന് പുറത്തേക്ക് വിട്ടുകൊടുക്കുന്നതിൽ തടസ്സമില്ലെന്നും കരാർ പരിശോധിച്ചതിനു ശേഷം ആവശ്യമെങ്കിൽ ഗതാഗത മന്ത്രിയുമായി ബന്ധപ്പെടുമെന്നും മേയർ വ്യക്തമാക്കി. 24, തിരുവനന്തപുരം. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതിയുടെ പരോൾ അപേക്ഷ നിരസിച്ച് ഹൈക്കോടതി. എന്തുകൊണ്ട് TP കേസ് പ്രതികൾക്ക് മാത്രം നിരന്തരം പരോൾ ലഭിക്കുന്നുവെന്ന് ഹൈക്കോടതി ചോദിച്ചു.
പ്രതികൾക്ക് ലഭിച്ചിരിക്കുന്ന പരോളിനെ കുറിച്ചെല്ലാം അന്വേഷണം വേണ്ടതാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച 12ാം പ്രതി ജ്യോതി ബാബുവിന്റെ പരോൾ ആവശ്യത്തിലാണ് കോടതിയുടെ വിമർശനം. 10 ദിവസത്തെ അടിയന്തര പരോൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയാണ് തള്ളിയത്. ഹർജിയിൽ TP കേസിലെ പ്രതിയാണെന്ന് പ്രത്യേകം പരാമർശിക്കാത്തതിനെയും കോടതി വിമർശിച്ചു. ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യന്റെ ബെഞ്ചാണ് ഹർജി തള്ളിയത്. താമരശ്ശേരി ചുരത്തിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് MLA-മാരായ T. സിദ്ദിഖിന്റെയും IC ബാലകൃഷ്ണന്റെയും നേതൃത്വത്തിൽ രാപകൽ സമരം. സൂചനാ സമരമാണെന്നും പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും MLA-മാർ പറഞ്ഞു. കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ സമരം പ്രൊഫസർ MN കാരശ്ശേരി ഉദ്ഘാടനം ചെയ്തു. താമരശ്ശേരി ചുരത്തിലെ ഗതാഗതക്കുരുക്കിന് ചുരത്തോളം പഴക്കമുണ്ട്. പ്രശ്നപരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പല വിധത്തിലുള്ള ഇടപെടലുകൾ നടത്തിയെങ്കിലും ഫലം ഉണ്ടായിട്ടില്ല. ഇതേ തുടർന്നാണ് MLA-മാരായ T. സിദ്ദിഖും IC ബാലകൃഷ്ണനും രാപ്പകൽ സമരം നടത്തുന്നത്. രാഷ്ട്രീയത്തിനപ്പുറത്ത് ജനകീയ വിഷയമാണിതെന്ന് MN കാരശ്ശേരി. ജനങ്ങളുടെ അടിസ്ഥാന ഭക്ഷണം പോലെ, വെള്ളം പോലെ, വസ്ത്രം പോലെ, ചികിത്സ പോലെ ഒരു സംഗതിയാണ് യാത്ര എന്ന് പറയുന്നത്. അത്ര അധികം, കാരണം നമുക്ക് അനങ്ങാൻ പറ്റില്ല ഈ സൗകര്യങ്ങളില്ലെങ്കിൽ. വിഷയം അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഉന്നയിക്കുമെന്ന് MLA-മാർ വ്യക്തമാക്കി. കോഴിക്കോടിന്റെ ചുമതലയുള്ള മന്ത്രി, വയനാടിന്റെ ചുമതലയുള്ള ഞങ്ങളുടെ മന്ത്രി OR കേളു, ഈ 2 മന്ത്രിമാർ ഇതുവരെ ഒരു മീറ്റിംഗ് പോലും ഇതിനു വേണ്ടി വിളിച്ചിട്ടില്ല. എന്തിനാണ് ഭരണകൂടം, എന്തിനാണ് സർക്കാർ? സമരത്തിന്റെ ഭാഗമാകാൻ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും എത്തി. ഈ സന്ദർഭത്തിനനുസരിച്ചുള്ള പാട്ടാണ്. മഴനിരത്തിലെ മുത്താക്കി മാറ്റുന്ന മനുഷ്യരാണ് യഥാർത്ഥ രാഷ്ട്രീയക്കാർ. സ്നേഹത്തിന്റെ മഴനിരത്തുള്ളിയെ നന്മയുടെ മുത്താക്കി മാറ്റുന്ന നല്ല രാഷ്ട്രീയക്കാരെയാണ്. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നിന്നായി നിരവധി UDF പ്രവർത്തകർ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 24 കോഴിക്കോട്. ആലപ്പുഴ ചെങ്ങന്നൂരിലെ ABVP പ്രവർത്തകൻ വിശാലിനെ കൊലപ്പെടുത്തിയ കേസിൽ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരായിരുന്ന മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. വിധി നിരാശാജനകമാണെന്നും അപ്പീൽ പോകുമെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. 2012 ജൂലൈ 16-നാണ് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിന് സമീപം കൊല നടന്നത്. നവാഗതരെ സ്വാഗതം ചെയ്യുന്ന പരിപാടിക്കിടെ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ വിശാലിനെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നായിരുന്നു കേസ്. 14 വർഷം നീണ്ട നടപടികൾക്ക് ശേഷമാണ് മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടുള്ള കോടതി വിധി. വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കാനാണ് പ്രോസിക്യൂഷന്റെയും ABVPയുടെയും തീരുമാനം. വളരെ നിരാശകരമായ ഒരു വിധി എന്നാണ് പ്രോസിക്യൂഷന് പറയാനുള്ളത്. കോടതി മുമ്പാകെ ഹാജരാക്കിയ തെളിവുകൾ പ്രതികൾക്കെതിരെ കുറ്റം തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അപ്പീൽ നൽകാനാണ് പ്രോസിക്യൂഷൻ നിർദ്ദേശിക്കുന്നത്. ഈ കേസിന്റെ മുഴുവൻ പ്രതികളെയും ശിക്ഷിക്കുന്ന തരത്തിലുള്ള വിധി വരുന്നതുവരെ മേൽക്കോടതിയെ സമീപിച്ചുകൊണ്ട് ശക്തമായി ABVP മുന്നോട്ട് പോകും. കെട്ടിച്ചമച്ച കേസ് എന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പിയുടെ പ്രതികരണം. ഇപ്പം ഞങ്ങളുടെ ഈ ഒരു ടീം വർക്കായിട്ടാണ് ഈ കേസ് ഞങ്ങൾ നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാവരുടെയും പേര് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ടീം വർക്കായിരുന്നു. കാരണം ഈ കേസിൽ ആദ്യം പോലെ തന്നെ ഈ കേസ് ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത്. കാരണം സാക്ഷികൾ എല്ലാവരും തന്നെ, അതായത് മരുന്നിന് പോലും ഒരു BJP-കാരനല്ലാത്ത സാക്ഷിയില്ലായിരുന്നു. ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കാൻ. മരുന്നിന് പോലും. വിചാരണ കാലയളവിൽ കേസിലെ സാക്ഷികളായിരുന്ന KSU SFI പ്രവർത്തകർ മൊഴി മാറ്റിപ്പറഞ്ഞത് വിവാദമായിരുന്നു. 24 ആലപ്പുഴ. തിരുവനന്തപുരം കഴക്കൂട്ടത്തെ 4 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ മാതാവിന്റെ സുഹൃത്ത് കുറ്റം സമ്മതിച്ചു. കസ്റ്റഡിയിലുള്ള മാതാവിന്റെ സുഹൃത്തായ മഹാരാഷ്ട്ര സ്വദേശി തൻവീർ ആലമാണ് കുറ്റം സമ്മതിച്ചത്. കുട്ടിയുടെ മാതാവുമായുള്ള തർക്കത്തിനിടെ തൻവീർ ടവൽ ഉപയോഗിച്ച് കഴുത്തു മുറുക്കിയാണ് കൊലപാതകം നടത്തിയത്. പത്തനംതിട്ട ചിറ്റാർ വില്ലോന്നിപ്പാറയിൽ കിണറ്റിൽ വീണ കടുവയെ പുറത്തെത്തിച്ചു. 13 മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിൽ വലയിലാക്കിയ കടുവയെ മയക്കുവെടി വെച്ചാണ് വനംവകുപ്പിന്റെ വാഹനത്തിൽ കയറ്റിയത്. കടുവയെ പിന്നീട് ഗവി വനമേഖല ഉൾപ്പെടുന്ന കൊച്ചുപമ്പ വനത്തിൽ തുറന്നുവിട്ടു. കടുവ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് വനംവകുപ്പ് അറിയിച്ചു. പുലർച്ചെ 5 മണിയോടെ കിണറ്റിലെന്തോ വീഴുന്ന ശബ്ദം കേട്ട് വീട്ടുടമ നോക്കി. ആദ്യം മനസ്സിലായില്ലെങ്കിലും നേരം വെളുത്തതോടെ വീണ്ടും നോക്കിയപ്പോഴാണ് കടുവയെ കണ്ടത്. ഉടൻ നാട്ടുകാർ വിവരം അറിയിച്ചു.
8 മണിയോടെ വനംവകുപ്പ് സംഘം സ്ഥലത്തെത്തി. പിന്നീട് മണിക്കൂറുകൾ നീണ്ട രക്ഷാദൗത്യം. ഒടുവിൽ 4 മണിയോടെ വനംവകുപ്പിന്റെ വലയ്ക്കുള്ളിൽ കടുവ കുടുങ്ങി. മയക്കുവെടി വെച്ച് കടുവയെ പുറത്തെത്തിച്ച് വാഹനത്തിൽ കയറ്റി. കടുവയ്ക്ക് ഏകദേശം 3 വയസ്സ് പ്രായമുണ്ട്. 200 കിലോയോളം തൂക്കമുള്ള കടുവയ്ക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന് റാന്നി DFO N രാജേഷ് പറഞ്ഞു. നിലവിൽ ഒരു ആരോഗ്യ പ്രശ്നമില്ല, ആരോഗ്യവാനാണ്. വെയിറ്റ് 150 മുതൽ 200 കിലോയുടെ അടുത്ത് വെയിറ്റ് കാണുന്നുണ്ട്. പ്രദേശത്ത് വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണ്. കടുവ കൂട്ടിലായെങ്കിലും ആശങ്ക പൂർണ്ണമായി ഒഴിഞ്ഞിട്ടില്ലെന്ന് പ്രദേശവാസികൾ പ്രതികരിച്ചു. സന്തോഷമൊന്നും ആയിട്ടില്ല, പേടി തന്നെയാ. എല്ലാവർക്കും പേടിയാ, നാട്ടുകാർക്ക് മൊത്തം പേടിയാ. പേടിച്ചാണ് ഓരോ ദിവസം നേരം നമ്മൾ തെന്നിട്ട് വരുന്നത്. എന്തൊക്കെയാ സംഭവിക്കുന്ന അറിയത്തില്ലല്ലോ. 2 ആഴ്ചക്കിടെ പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലയിൽ നിന്ന് പിടികൂടിയ 2ാമത്തെ കടുവയാണ് ചിറ്റാറിലേത്. 24 പത്തനംതിട്ട. മോഹൻലാലിന്റെ മാതാവ് ശാന്തകുമാരി അമ്മ വിടവാങ്ങി. 90 വയസ്സായിരുന്നു. എറണാകുളം എളമക്കരയിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. മമ്മൂട്ടി ഉൾപ്പെടെ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തി. മലയാളിക്ക് മോഹൻലാലിനെ സമ്മാനിച്ച മാതൃത്വം വിടവാങ്ങി. പ്രിയപ്പെട്ട ലാലുവിന് അമ്മയോടുള്ള സ്നേഹം ഓരോ ഘട്ടത്തിലും മലയാളി കണ്ടറിഞ്ഞതാണ്. അമ്മക്കുട്ടിയായിരുന്നു എക്കാലവും മോഹൻലാൽ. തൊണ്ണൂറാം വയസ്സിലാണ് അന്ത്യം. 14 വർഷമായി പക്ഷാഘാതം കാരണം ചികിത്സയിലായിരുന്നു. ചികിത്സാർത്ഥമാണ് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് താമസം മാറിയത്. 3 മാസം മുൻപ് രോഗം മൂർച്ഛിച്ചു. ഇന്ന് ഉച്ചയോടെ വീട്ടിൽ വെച്ച് അന്തരിച്ചു. കൊച്ചിയിലെ സിനിമാ ഷൂട്ടിലായിരുന്നു മോഹൻലാൽ. വിയോഗ സമയത്ത് ഭാര്യ സുചിത്ര അമ്മയ്ക്കൊപ്പമുണ്ടായിരുന്നു. വിയോഗ വിവരം അറിഞ്ഞ് മമ്മൂട്ടി, ജയസൂര്യ, രഞ്ജി പണിക്കർ, സംവിധായകരായ ഫാസിൽ, രഞ്ജിത്ത്, ജോഷി തുടങ്ങി സിനിമാ മേഖല എളമക്കരയിലെ വീട്ടിലേക്ക് ഒഴുകിയെത്തി. 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ ആദരാഞ്ജലി അർപ്പിച്ചു. മുടവൻമുകളിൽ നാളെ ഉച്ചയ്ക്ക് ശേഷം സംസ്കാരം. 24 കൊച്ചി. ശ്രീലങ്കയ്ക്കെതിരായ 2020 പരമ്പര തൂത്തുവാരി ഇന്ത്യൻ വനിതകൾ. 5ാം മത്സരത്തിൽ 15 റൺസിനാണ് ജയം. 176 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ലങ്കയുടെ പോരാട്ടം 7-ന് 160 അവസാനിച്ചു. അനിൽ വാസുദേവ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശ്രീലങ്കയ്ക്കെതിരായ 2020 പരമ്പര തൂത്തുവാരിയിരിക്കുകയാണ് ഇന്ത്യൻ വനിതകൾ. 5ാം 2020-ൽ 15 റൺസിനാണ് ഇന്ത്യൻ ജയം. 176 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ലങ്ക വലിയ രീതിയിലുള്ള ഒരു തുടക്കം ലഭിച്ചെങ്കിൽ പോലും പിന്നീട് അതൊരു മുതലാക്കാൻ സാധിച്ചില്ല. തുടരെ വിക്കറ്റ് വീണ ഒടുവിൽ അവരുടെ പോരാട്ടം 160 അവസാനിച്ചതോടുകൂടി ഇന്ത്യൻ ജയം 15 റൺസിന്. പരമ്പര അങ്ങനെ 5-0 സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ വനിതകൾ. ലോകകപ്പ് അടക്കം നേടിയുള്ള 2025 വർഷത്തിൽ അങ്ങനെ അവസാനത്തെ മത്സരവും ജയിച്ചു കയറുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കാര്യവട്ടത്തായിരുന്നു അവസാന 3 മത്സരങ്ങളിലും. ആ 3 മത്സരങ്ങളിലും വലിയ ജയം നേടാനായത് കേരളത്തിനും വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടത്തിലാണ് 175 റൺസ് എടുത്തത്. സ്മൃതി മന്ദാന ഇല്ലാതെ ഇറങ്ങിയ യുവതാരം കമാലിനിക്ക് അവസരം കൊടുത്തിറങ്ങിയ ഇന്ത്യക്ക് പക്ഷേ നല്ല തുടക്കമായിരുന്നില്ല. പിന്നീട് ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറിന്റെ ഒറ്റയാൾ പോരാട്ടം അത് അർദ്ധ സെഞ്ചുറിയോടെ ക്യാപ്റ്റൻ മുന്നിൽ നിന്ന് നയിച്ചപ്പോഴാണ് ഇന്ത്യ ഒരു ഭേദപ്പെട്ട സ്കോറിലെത്തിയത്. ഏറ്റവും ഒടുവിൽ അരുന്ധതി റെഡ്ഡിയും അംജോദ് കൗറും അടക്കമുള്ള താരങ്ങൾ വലിയ പോരാട്ടം കാഴ്ചവെച്ചതോടുകൂടി പൊരുതിയോടുകൂടി ഇന്ത്യൻ സ്കോർ ഒരു ഭേദപ്പെട്ട സ്കോറിലെത്തിയതായിരുന്നു. ഈ ശ്രീലങ്കയുടെ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയ ബാറ്റേഴ്സിന് എന്തു ചെയ്യണമെന്ന് അറിയാൻ സാധിക്കാതെ വന്നതോടുകൂടി ആ ഒരുപക്ഷെ വിജയം എത്തിപ്പിടിക്കാൻ അതെ കഴിഞ്ഞ മത്സരത്തിലെ പോലെ ലങ്ക ജയത്തിന് തൊട്ടടുത്ത് വീഴുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയം തന്നെയാണ്. ഇന്ത്യക്ക് എന്തായാലും പരമ്പര തൂത്തുവരുന്നതിൻ്റെ സന്തോഷമാണ്. ആ സന്തോഷം തന്നെയാണ് കാര്യവട്ടത്തെ ആരാധകരും പങ്കുവെക്കുന്നത്. വളരെ നല്ലൊരു മത്സരമായിരുന്നു. ശരിക്കും താഴോട്ട് പോകുന്നു പേടിച്ച്, പക്ഷെ അവസാനം നല്ല ഫോമിൽ നല്ല ഫീൽഡിംഗ് ആയിരുന്നു. പിന്നെ അത് പിടിച്ചെടുത്തു. നല്ലതായിരുന്നു, അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് കളി കാണാൻ പറ്റി. ആദ്യമായിട്ട് കണ്ട കളിയാണ്. ക്രിക്കറ്റ് തന്നെ കാണാൻ പറ്റിയില്ല. മോക്ക് ഒന്നിച്ച് കാണാൻ പറ്റിയല്ല, അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. സ്മൃതി കളിക്കുമെന്ന് വിചാരിച്ചു, കളിച്ചില്ല. അത് മാത്രം ഒരു വിഷമമുള്ളൂ. 24 റൺ വേണമെന്ന് ആ ഒരു റണ്ണിലാണ് ഇപ്പൊ ഇതുവരെ ജയിച്ചത് നിൽക്കുന്നത്. അല്ലെങ്കിൽ കളി പാളിയാണ്. അടിപൊളിയായിരുന്നു. അടിപൊളി മത്സരമായിരുന്നു. നല്ല മത്സരം, നല്ല എനർജിയുള്ള മത്സരമായിരുന്നു. അടിപൊളി 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 ഇതുപോലെ എക്സ്പീരിയൻസ് വേറെ കിട്ടാനില്ല ഇനി. The match was good. India won as expected.
Yes, we enjoyed a lot. അടിപൊളി. പിന്നെ അതെ അടിപൊളിയായി, സൂപ്പർ. എന്തായാലും 2020 പരമ്പരയിലെ 5-0 ജയം 6 മാസങ്ങൾക്കപ്പുറം നടക്കുന്ന 2020 ലോകകപ്പിന് വലിയ ഒരു തുടക്കമിടാൻ ഇന്ത്യക്ക് സാധിച്ചിരിക്കുന്നു. യുവതാരങ്ങളെ അടക്കം പരീക്ഷിച്ചു, ടീം കോമ്പിനേഷൻസ് എങ്ങനെ ഉണ്ടാകും എന്നതടക്കം ഇന്ത്യ പരീക്ഷിച്ചു. ഈ വരാനിരിക്കുന്ന വലിയ പരമ്പരകളിലടക്കം ഈ മികവ് പുലർത്തി ഏകദിന ലോകകപ്പിന് പിന്നാലെ ഇന്ത്യക്ക് 2020 ലോകകപ്പ് നേടാൻ സാധിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. തിരുവനന്തപുരത്ത് നിന്ന് സിറിലിനൊപ്പം അനിൽ വാസുദേവ്, 24. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രിയും BNP നേതാവുമായ ഖാലിദ സിയ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. 3 തവണ പ്രധാനമന്ത്രിയായ ഖാലിദ സിയ ബംഗ്ലാദേശ് രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായക സാന്നിധ്യമായിരുന്നു. ബംഗ്ലാദേശ് പ്രസിഡന്റും സൈനിക മേധാവിയുമായിരുന്ന സിയാവുർ റഹ്മാൻ 1981 കൊല്ലപ്പെട്ടതോടെയാണ് ഭാര്യ ഖാലിദ സിയ ഭർത്താവ് സ്ഥാപിച്ച ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നത്. 1982 ജനറൽ ഹുസൈൻ മുഹമ്മദ് എർഷാദ് പട്ടാള അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചെടുത്തപ്പോൾ ജനാധിപത്യം പുനഃസ്ഥാപിക്കാനുള്ള പോരാട്ടങ്ങൾക്ക് ഖാലിദ നേതൃത്വം നൽകി. ഏകാധിപത്യത്തിനെതിരെ പ്രതിപക്ഷത്തെ നയിച്ച അവർ ജനാധിപത്യ പോരാട്ടത്തിന്റെ മുഖമായി മാറി. 1991 പൊതുതെരഞ്ഞെടുപ്പിൽ BNP വിജയിച്ചപ്പോൾ ഖാലിദ സിയ ബംഗ്ലാദേശിന്റെ ചരിത്രത്തിൽ ഒരു ജനാധിപത്യ സർക്കാരിനെ നയിക്കുന്ന ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി. ഇസ്ലാമിക ലോകത്ത് പ്രധാനമന്ത്രി പദത്തിലെത്തിയ രണ്ടാമത്തെ വനിതയായിരുന്നു അവർ. ഖാലിദ സിയയുടെ ആദ്യ ഭരണകാലം ബംഗ്ലാദേശിന്റെ സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിൽ നിർണായക മാറ്റങ്ങൾ വരുത്തി. 2001 ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിനെ പരാജയപ്പെടുത്തി വീണ്ടും ഖാലിദ സിയ അധികാരത്തിലെത്തി. ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗുമായി കടുത്ത രാഷ്ട്രീയ വൈരം നിലനിന്നിരുന്ന കാലഘട്ടമായിരുന്നു ഖാലിദ സിയയുടെ ഭരണകാലം. 2007 ശേഷം ഖാലിദ സിയയുടെ ജീവിതം കേസുകളാലും നിയമ പോരാട്ടങ്ങളാലും വലയം ചെയ്യപ്പെട്ടു. ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് 2018 അഴിമതി കേസുകളിൽ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഖാലിദ സിയയ്ക്ക് തടവ് ശിക്ഷ വിധിച്ചു. വർഷങ്ങളോളം ജയിൽ ശിക്ഷ അനുഭവിച്ച അവർ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് വീട്ടുതടങ്കലിലായി. 2024 ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീന വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തപ്പോഴാണ് ഖാലിദ സിയയെ മോചിപ്പിക്കാൻ ബംഗ്ലാദേശ് പ്രസിഡന്റ് ഉത്തരവിട്ടത്. ജയിൽ മോചിതയായെങ്കിലും രോഗങ്ങൾ ഖാലിദ സിയയെ വേട്ടയാടി. ബംഗ്ലാദേശിന്റെ ജനാധിപത്യ ചരിത്രത്തിലെ ഒരു യുഗത്തിനാണ് ഖാലിദ സിയയുടെ വിയോഗത്തോടെ തിരശ്ശീല വീഴുന്നത്. റിസർച്ച് ഡെസ്ക് 24. പുത്തൻ പ്രതീക്ഷകളുമായി ന്യൂ ഇയറിനെ വരവേൽക്കാൻ കേരളവും ഒരുങ്ങി. ഫോർട്ട് കൊച്ചിയിലേക്കും മൂന്നാറിലേക്കും വിനോദസഞ്ചാരികളുടെ ഒഴുക്കാണ്. പുതുവത്സരാഘോഷങ്ങളോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. കൊച്ചി തൃക്കാക്കരയിൽ സമീക്ഷാ കൂട്ടായ്മ ഒരുക്കിയിരിക്കുന്ന പാപ്പാഞ്ഞിയാണിത്. ഇങ്ങനെ ന്യൂ ഇയർ ആഘോഷ തിരക്കുകളിലേക്ക് കൊച്ചി മാറിക്കഴിഞ്ഞു. കേരളത്തിന് പുറത്തുനിന്ന് മാത്രമല്ല വിദേശികളും നേരത്തെ തന്നെ ന്യൂ ഇയർ രാവ് കളറാക്കാൻ എത്തിക്കഴിഞ്ഞു. ഞങ്ങൾ ഒരു 33 വർഷം മുമ്പുള്ള ഞങ്ങളുടെ സൗഹൃദത്തിനൊരു കൂട്ടായ്മയ്ക്ക് വേണ്ടി തുടങ്ങിയ ഒരു ക്ലബ്ബാണ് സമീക്ഷ എന്നുള്ളത്. ആ സൗഹൃദം ഇപ്പോഴും ഞങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോവുകയാണ്. നമുക്ക് ഇവിടെ ഒരു ന്യൂ ഇയർ ആഘോഷം, തൃക്കാക്കര ഒരു IT ഹബ്ബായപ്പോൾ ന്യൂ ഇയർ ആഘോഷം അത്യാവശ്യമാണെന്ന് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഒരു 5 വർഷം മുമ്പ് ഇതുപോലെ പപ്പാനി കത്തിക്കൽ രംഗത്തേക്ക് വന്നത്. ക്രിസ്മസ് മുതൽ വലിയ തിരക്കാണ് ഫോർട്ട് കൊച്ചിയിൽ അനുഭവപ്പെടുന്നത്. പുതുവത്സര ദിനത്തിൽ തിരക്ക് ഇനിയും വർദ്ധിക്കും. ജില്ലാ ഭരണകൂടം വേണ്ട മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഫോർട്ട് കൊച്ചി ഭാഗത്ത് മാത്രമല്ല സിറ്റി മുഴുവൻ, അതുപോലെ തന്നെ എറണാകുളത്ത് ജില്ല മുഴുവൻ പലയിടത്ത് വിപുലമായ ഒരു ആഘോഷ പരിപാടികൾ എല്ലാ ആൾക്കാർ നടത്തുന്നുണ്ട്. 1200ഓളം പോലീസുകാർ ഉൾപ്പെടെ ഒരു 28 ഇൻസ്പെക്ടേഴ്സ്, 13 DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുൾപ്പെടെ നമ്മൾ ഒരു വിപുലമായ പോലീസ് ബന്ദോബസ്ത് സ്കീം തയ്യാറാക്കി അത് നടപ്പിലാക്കാൻ പോവുകയാണ് 31-ാം തീയതി രാത്രിക്ക്. കഴിഞ്ഞ 4 ദിവസമായി അനിയന്ത്രിതമായ തിരക്കാണ് മൂന്നാറിൽ അനുഭവപ്പെടുന്നത്. ഹോട്ടലുകളും ഹോം സ്റ്റേകളും ഉൾപ്പെടെ ഇതിനോടകം നിറഞ്ഞു. കോഴിക്കോട് നഗരത്തിലും കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നഗരത്തിൽ 7 ACPമാരുടെ നേതൃത്വത്തിൽ 750 പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കും. കോഴിക്കോട് ബീച്ചിലെ ആഘോഷങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ ഉച്ച മുതൽ ബീച്ചുകളിലേക്കുള്ള റോഡുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തും. താമരശ്ശേരി ചുരത്തിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ടീം 24. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി വയനാട്ടിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക്. വയനാട് ടൂറിസം കാർണിവലിന്റെ ഭാഗമായി നാളെ ബോച്ചെ 1000 ഏക്കറിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. റാപ്പർ വേടനും ഗൗരി ലക്ഷ്മിയും അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ ഇവന്റാണ് നാളത്തെ പ്രധാന ആകർഷണം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വയനാട് ടൂറിസം അസോസിയേഷനും
സഹകരിച്ചുകൊണ്ടാണ് പരിപാടി നടത്തുന്നത്. കൂടാതെ പുതുവത്സരത്തെ വരവേറ്റ് പാപ്പാഞ്ഞിയെ കത്തിക്കുകയും ചെയ്യും. പാസ് മുഖേനയാണ് നാളത്തെ പ്രവേശനം. പുതുവർഷത്തിൽ സമൂഹ വിവാഹമൊരുക്കുകയാണ് പ്രമുഖ ബിസിനസ് ട്രെയിനർ ഡോക്ടർ അനിൽ ബാലചന്ദ്രനും കുടുംബവും. ജനുവരി 1 കോഴിക്കോട് ചെറുവണ്ണൂരിൽ നടക്കുന്ന സമൂഹ വിവാഹത്തിൽ 5 കുടുംബങ്ങൾക്ക് ഇവർ കൈത്താങ്ങാകും. ഇത് 3ാം തവണയാണ് അനിൽ ബാലചന്ദ്രൻ സമൂഹ വിവാഹം നടത്തുന്നത്. സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് 5 സഹോദരിമാർക്ക് മംഗല്യഭാഗ്യം ഒരുക്കുന്നതെന്ന് അനിൽ ബാലചന്ദ്രൻ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ കിങ് ക്ലബ്ബ് അംഗങ്ങളായ AT അൻവർ, JR നാഗലക്ഷ്മി, അഡ്വക്കേറ്റ് KM റോയ് തുടങ്ങിയവർ പങ്കെടുത്തു. ജനുവരി 1-ാം തീയതി അതെൻ്റെ പിറന്നാൾ ദിവസമാണ്. അന്ന് നമ്മൾ നടത്തുന്ന ഒരു സത്പ്രവൃത്തിയുണ്ട്. എല്ലാ വർഷവും ഒരു 5 അർഹതപ്പെട്ട കുഞ്ഞുങ്ങളുടെ വിവാഹം നടത്തി കൊടുക്കുന്ന ഒരു ചടങ്ങ് നമ്മൾ നടത്താറുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മളത് കായംകുളത്തായിരുന്നു. ഈ വർഷം നമ്മളത് കോഴിക്കോടാണ്. ജനുവരി 1-ാം തീയതി ഉച്ചയ്ക്ക് 11 മണിക്കാണ് അത് വിവാഹം നടക്കുന്നത്. നമ്മളുടെ ഫ്രോക്കില ചെറുവണ്ണൂരുള്ള മറീന കൺവെൻഷൻ സെൻറ്ററിലാണ്. മലബാർ ഗ്രൂപ്പിൻ്റെ മറീനയിലാണ്. 2025 കേരളത്തിലെ സവിശേഷ വ്യക്തിയായി നിങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ളത് ആരെയാണ്? പ്രേക്ഷക പിന്തുണയിൽ 24 പേഴ്സൺ ഓഫ് ദി ഇയറിനെ തിരഞ്ഞെടുക്കാം. 2025 കണ്ണിലും മനസ്സിലും പതിഞ്ഞ മലയാള സിനിമ ഏതെന്നും 24 മൂവി ഓഫ് ദി ഇയറിലൂടെ പ്രേക്ഷകർക്ക് തിരഞ്ഞെടുക്കാം. പോയ വർഷം പുറത്തിറങ്ങിയതിൽ പാടിപ്പതിഞ്ഞ പ്രിയപ്പെട്ട പാട്ടേതെന്ന് 24 സോങ് ഓഫ് ദി ഇയറിലൂടെ തിരഞ്ഞെടുക്കാം. 24 സ്ക്രീനിലെ QR കോഡ് സ്കാൻ ചെയ്ത് പേരുകൾ നിർദ്ദേശിക്കാം. നാളെ രാത്രി 7:30 വരെ പ്രേക്ഷകർക്ക് നിർദ്ദേശങ്ങൾ അയക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് മുൻ ദേവസ്വം മന്ത്രിയെ SIT ചോദ്യം ചെയ്തത്. മുൻ ദേവസ്വം മന്ത്രി എന്ന നിലയിലാണ് SIT മൊഴിയെടുത്തതെന്ന് കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലെ സ്പോൺസർ എന്ന രീതിയിൽ അറിയാമെന്ന് കടകംപള്ളി സുരേന്ദ്രൻ മൊഴി നൽകി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉന്നതരിലേക്ക് അന്വേഷണം പോകാത്തതിനെതിരെ ഹൈക്കോടതിയുടെ അതൃപ്തി വിവാദമായിരുന്നു. പിന്നാലെയാണ് SITയുടെ നിർണായക ചോദ്യം ചെയ്യൽ നീക്കം. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കടകംപള്ളി സുരേന്ദ്രനെയും PS പ്രശാന്തിനെയും 2 മണിക്കൂർ ചോദ്യം ചെയ്തത്. SIT ഓഫീസിന് പുറത്തുവച്ചായിരുന്നു SP ശശിധരന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ. ഇക്കാര്യം കടകംപള്ളി സുരേന്ദ്രൻ തന്നെ സ്ഥിരീകരിച്ചു. 2019 ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചു, ഞാൻ അവരോട് പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയമുണ്ടെന്നാണ് കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴി. ശബരിമലയിലെ സ്പോൺസർ എന്ന നിലയിൽ മാത്രമാണ് പരിചയം. പോറ്റിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയില്ലെന്നും മൊഴി. ശബരിമലയിലെ മെയിൻ്റനൻസ് ജോലികൾ വകുപ്പ് അറിയില്ല. തീരുമാനമെടുക്കുന്നത് ദേവസ്വം ബോർഡാണ്. ഇക്കാര്യത്തിൽ വകുപ്പ് ഇടപെടലോ അറിവോ ഇല്ലെന്നും കടകംപള്ളി സുരേന്ദ്രൻ മൊഴി നൽകി. 2025 പാളികൾ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകാനുള്ള നീക്കത്തെക്കുറിച്ചാണ് അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിൽ നിന്നും വിവരങ്ങൾ തേടിയത്. ദേവസ്വം രേഖകളെക്കുറിച്ചും പ്രശാന്തിനോട് വിവരങ്ങൾ തേടിയെന്നാണ് സൂചനകൾ. 24 തിരുവനന്തപുരം. ഇനി ശബരിമല വിശേഷങ്ങൾ. ശരണം സന്നിധാനം. ശരണം സന്നിധാനം co-powered by രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. co-sponsored by BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട തുറന്നു. തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി ശ്രീകോവിൽ തുറന്ന് ദീപം തെളിയിച്ചു. മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായ പ്രത്യേക പൂജകൾ നാളെ പുലർച്ചെ 3 മണിക്ക് തുടങ്ങും. ജനുവരി 14-നാണ് മകരവിളക്ക്. ജനുവരി 11-ന് എരുമേലി പേട്ടതുള്ളൽ നടക്കും. ജനുവരി 12-നാണ് പന്തളത്ത് നിന്ന് തിരുവാഭരണ ഘോഷയാത്ര തുടങ്ങുന്നത്. മകരവിളക്ക് തീർത്ഥാടനം പൂർത്തിയാക്കി ജനുവരി 20-ന് നട അടയ്ക്കും. ഇതോടെ ലേറ്റ് എഡിഷന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.